ഹായ്, സ്പോർട്സ് ആൻഡ് വെൽനസ് എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 5 ഡയറ്റ് അഥവാ മാക്രോ ന്യൂട്രിയൻസ് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡയറ്റിൽ വളരെ മുൻപന്തിയിൽ നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടി നിൽക്കുന്ന ഒന്നാണ് മാക്രോ ന്യൂട്രിയൻസ്. പ്രധാനമായിട്ടും മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻ. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് എന്താണ്, ഫാറ്റ് എന്താണ്, പ്രോട്ടീൻ എന്താണ്, ഇതാണ് എങ്ങനെയാണ് നമ്മുടെ ഡയറ്റിൽ സ്വാധീനിക്കുന്നത് എന്ന് കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഒരു സാധാരണക്കാരൻ്റെ ആരോഗ്യം നിലനിർത്താൻ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലിക്ക് ഊർജ്ജം കിട്ടാൻ തീർച്ചയായിട്ടും നമുക്കൊരു ഡയറ്റ് ആവശ്യമാണെന്നുള്ളതാണ്. ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ആണെങ്കിൽ അയാൾ ചെയ്യുന്ന എക്സസൈസിൻ്റെ അഡാപ്റ്റേഷൻ, ആ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ അഡാപ്റ്റേഷൻ, അതായത് ആ നമ്മളെ ബോഡിയിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള അത് മസിൽ റിക്കവറി അല്ലെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെ റിക്കവർ ചെയ്യുന്നു, ട്രെയിനിങ് ശേഷം ബോഡി എങ്ങനെ റിക്കവർ ചെയ്യുന്നു, അത് ന്യൂട്രിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരാൾക്ക് ഹൈ പെർഫോമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബോഡിയിലെ ന്യൂട്രിയൻസിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മാക്രോ ന്യൂട്രിയൻസ്, നമുക്ക് ഹൈ ലെവൽ ഓഫ് ന്യൂട്രിയൻസ്, അതായത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ വേണ്ട റിക്വയർമെൻ്റ് ഉള്ള ഗ്രൂപ്പാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മാക്രോ ന്യൂട്രിയൻസിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് എനർജിക്കുള്ള സോഴ്സാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് ഷുഗർ, ബ്രെഡ്, ഓൾ റൈസ് പ്രോഡക്ട്സ്, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റിൻ്റെ പരിധിയിൽ വരുമെന്നുള്ളതാണ്. ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ 1 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് 4 കിലോ കലോറി ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 4 കലോറിയാണ് ശരിക്കും പറഞ്ഞാൽ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിന് കിട്ടുന്നത്. ഈ പ്രോട്ടീൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് പ്രോട്ടീൻ സോഴ്സ് ആവശ്യമാണ്. അപ്പം ഈ ബോഡിയുടെ റിപ്പയറിന് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ നമ്മുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാകുന്ന ചേഞ്ച്, ആ ടിഷ്യൂ ഡാമേജ്, അത് റിപ്പയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എഗ്, മിൽക്ക്, മീറ്റ്, ഇതെല്ലാം പ്രോട്ടീൻ്റെ കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ്. നെക്സ്റ്റ് സോഴ്സാണ് നമ്മുടെ ഫാറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോട്ടീൻ 1 ഗ്രാമിൽ നിന്ന് ഏകദേശം നമുക്ക് 4 കലോറിയാണ് കിട്ടുന്നത്, 4. അപ്പം നെക്സ്റ്റാണ് നമ്മുടെ ഈ ഫാറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ ഹോർമോണും എൻസൈമിൻ്റെയൊക്കെ പ്രൊഡക്ഷനും തീർച്ചയായിട്ടും ഫാറ്റ് ആവശ്യം എന്നുള്ളതാണ്. 1 ഗ്രാം ഓഫ് ഫാറ്റിന് നമുക്ക് 9 കലോറി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ 3 സോഴ്സ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ഇതിന് കൃത്യമായിട്ടുള്ള അളവിൽ നമ്മുടെ ബോഡിയിൽ എത്തുമ്പോഴാണ് നമ്മളതിനെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അതായത് ഈ സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എല്ലാം അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻസ് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ നമുക്കതിനെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ഇതിനോടൊപ്പം ആവശ്യം, നമ്മളെ വൈറ്റമിൻസും മിനറൽസും എല്ലാം. അപ്പോൾ ഈ കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മുടെ കറക്റ്റ് എമൗണ്ടിലും കറക്റ്റ് പ്രൊപ്പോർഷനിലും നമുക്ക് വേണ്ട ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ് അവൈലബിൾ ആകുമ്പോൾ അതിന് പറയുന്ന പേരാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന്. അപ്പോൾ എല്ലാ പ്ലേയേഴ്സും അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ എല്ലാ ജീവിതത്തിലും ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു സമീകൃതമായ ആഹാരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞത് 60 to 70% ഓഫ് ദ ഡയറ്റ് ഷുഡ് ബി കാർബോഹൈഡ്രേറ്റ്. 60 to 70% വരെ നമ്മുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉൾപ്പെടുത്താവുന്നതാണ്. 10 to 15% ഈസ് പ്രോട്ടീൻ, ദെൻ അഗെയിൻ 20 to 25% ഈസ് ഫാറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡയറ്റിൽ വ്യത്യാസം വരുന്നത്, ഇത് നമ്മുടെ പേഴ്സണിൻ്റെ നീഡ്, എനർജി റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടുത്താമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ക്രമീകരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബേസിക്കലി കാർബോഹൈഡ്രേറ്റ്, എന്താണ് പ്രോട്ടീൻ, എന്താണ് ഫാറ്റ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എപ്പോഴും ഒരു അൺഹെൽത്തി പ്രാക്ടീസ് അല്ലെങ്കിൽ അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈ അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ചാൽ പ്രധാനമായിട്ടും 4 പോയിന്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ഈ അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒന്നാമത് തന്നെ ക്രേവിങ് ഫോർ സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ്. നമുക്ക് സ്വീറ്റ്സും സ്നാക്സും കഴിക്കാനുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ക്രേവിങ്, അത് നമ്മുടെ അൺഹെൽത്തി ഹാബിറ്റ്സിലേക്ക് നയിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇതെല്ലാം വേണം, പക്ഷേ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ കഴിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീൻ ഇതെല്ലാം വിട്ടിട്ട് ഇതിനകത്തുള്ള തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റും അതും കൺസ്യൂം ചെയ്യുമ്പോഴാണ് ബോഡിക്ക് അത് ഹാനികരമായിട്ട് മാറുന്നുള്ളത്. ദെൻ ഹൈ ഫാറ്റ് ഫുഡ് ഇൻടേക്ക് ഓഫ് ഫുഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്, അതായത് പ്രോസസ്ഡ് ഫുഡ് ഒരുപാടുള്ള അതിൻ്റെ ഇൻടേക്ക് നമ്മൾ കൂട്ടുന്നു. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇംബാലൻസ് ഫുഡ്,
അതായത് നമ്മുടെ ഡയറ്റിൽ കാണുന്ന ഈ കാർബ്സും പ്രോട്ടീനും ഫാറ്റിൻ്റെ അളവിലുള്ള ഇംബാലൻസ് അത് തീർച്ചയായിട്ടും ഒരു അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആക്കി മാറ്റുമെന്നുള്ള. ദെൻ ഇറഗുലർ മീൽ ടൈം, നമ്മൾ തോന്നിയ സമയത്ത് കഴിക്കും. ചിലപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ചിലപ്പോൾ നമ്മൾ ലഞ്ച് സ്കിപ്പ് ചെയ്യും, ചിലപ്പം ഡിന്നർ കഴിച്ചാലായി, ചിലപ്പോൾ നമ്മൾ ഡിന്നർ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള അൺഹെൽത്തി അല്ലെങ്കിൽ ഇറഗുലറായ മീൽ ടൈം അത് നമ്മുടെ ഡയറ്റിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഇറഗുലർ മീൽ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ദിവസേന ഒരു കൃത്യമായ ഒരു ചിട്ടയുടെ ജീവിതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നുള്ള, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ കൃത്യസമയത്ത് ആഹാരം കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഇറഗുലർ മീൽ ടൈം നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ഷെഡ്യൂൾ ആയി കഴിഞ്ഞാൽ, സപ്പോസ് ഒരു വർക്കൗട്ട് പ്ലാൻ ഇത്ര മണിക്ക് ഞാൻ ആഹാരം കഴിക്കുന്നു എന്നുള്ള വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റാണ്. അപ്പം ഈ നെക്സ്റ്റ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അരി ആഹാരം എല്ലാം തീർച്ചയായിട്ടും കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത്. നമ്മുടെ ഷുഗർ, പാസ്ത, ഇതെല്ലാം ബ്രെഡ്, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റിൽ വരുന്നതാണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ CHO എന്താണ്? CHO എന്ന് പറയുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇത് ചേരുന്നതിനെയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സോഴ്സ് ഓഫ് എനർജിയാണ്. നമ്മളൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിക്ക് ഇനിഷ്യലായിട്ട് സപ്ലൈ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ എങ്ങനെ എത്തുന്നു വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ആഹാരം അത് ശരീരത്തിൽ എത്തുമ്പോൾ അത് ഗ്ലൂക്കോസ് ആയി മാറും. ഇങ്ങനെ ഈ ഗ്ലൂക്കോസ് നമ്മളെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് രണ്ട് ഭാഗത്താണ് ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ മസിൽസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, രണ്ട് നമ്മുടെ ലിവറിലും സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത് ഒരു മിനിമം ലെവലുണ്ടാവും. ഒരു മിനിമം ലെവൽ കഴിയുമ്പോൾ ഇതങ്ങ് കട്ട് ഓഫ് ആവും. ഈ സ്റ്റോറേജ് കഴിയുമ്പോൾ പിന്നെ എക്സസ് എന്ത് വരുന്നോ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സോഴ്സ് ഓഫ് എനർജിയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ കാർബോഹൈഡ്രേറ്റ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം എന്നുള്ളതാണ്. ഒന്ന് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, രണ്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അതായത് എളുപ്പം ദഹിക്കുന്നതായിരിക്കും. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അതിനകത്ത് ഫൈബർ കണ്ടന്റിലൂടെ കാണും. കുറച്ച് നേരം ആ പ്രോസസ്സിങ് കുറച്ച് നേരം കൂടെ കൂടി നമുക്ക് എനർജി പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിക്ക് വളരെ എക്സലൻറ്റ് സോഴ്സാണ്. അപ്പോൾ അതിനകത്ത് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിൽ വരുന്നതാണ് മോണോസാക്രൈഡ്സ്. മോണോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 1 ഷുഗർ മോളിക്യൂളായിരിക്കും. പിന്നെ ഉള്ളത് ഡൈസാക്രൈഡ്സ്. ഡൈസാക്രൈഡ് ബാക്കി തന്നെ 2 ഷുഗർ മോളിക്യൂൾ അതിനകത്ത് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിന് വരുന്നതാണ് മോണോസാക്രൈഡ്സും ഡൈസാക്രൈഡ്സ്. അതിൽ 1 കാർബണും ഡൈസാക്രൈഡ്സ് 2 കാർബണും. ഇനിയുള്ളത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനകത്ത് വരുന്നതാണ് 3 to 10 അല്ലെങ്കിൽ 3 to 10 ഷുഗർ മോളിക്യൂൾ അതിനകത്തുണ്ടെന്നുള്ളതാണ്. മറ്റേത് 1 ഉം 2 ആണ്. 3 to 10 ഷുഗർ മോളിക്യൂൾ ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഈ എനർജി സോഴ്സ് നമ്മളെ ബോഡിക്ക് വേണ്ട ഇനിഷ്യൽ എനർജി സോഴ്സ് തരുന്നത് നമുക്ക് എപ്പോഴും കാർബോഹൈഡ്രേറ്റിലൂടെയാണ്. അപ്പം പ്രധാനപ്പെട്ടൊരു വാക്കാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ആഹാരം കഴിച്ചതിന് ശേഷം നമ്മുടെ ഷുഗർ ലെവൽ എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നു, റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ പ്ലാസ്മ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ ലെവൽ എങ്ങനെ ഇൻക്രീസ് ചെയ്ത് നോക്കുന്നതിന് പറഞ്ഞ പേരാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന്. അപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് ഒരു പ്രൈമറി സോഴ്സ് ഓഫ് എനർജി തന്നെയാണ്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. നമുക്കറിയാം പ്രോട്ടീൻ എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉണ്ട് നമ്മളെ ബോഡി റിപ്പയറിങ്, അതായത് ബോഡി റിപ്പയർ ചെയ്യുന്ന മെക്കാനിസം പ്രോട്ടീൻ തന്നെയാണ്. അപ്പം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മസിൽ ബിൽഡിങ്ങും നമ്മളെ ബോഡിയുടെ റിക്കവറിയൊക്കെ ഫാസ്റ്റായിട്ട് നടക്കൂ എന്നുള്ളതാണ്. അപ്പം നോർമലി പറയുന്നത് 10 to 15 ആണ്. ബട്ട് സപ്പോസ് ഒരു ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ കുറച്ചുകൂടി വേണ്ടി വരും. സപ്പോസ് ഒരു അത്ലറ്റ് അല്ല ഒരു ബെസ്റ്റ് ഫിസിക് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ അതിന് കൂടി വേണ്ടി വരും. അപ്പോൾ ആ റേഷ്യോ മുകളിലോട്ട് പോകും. ഒരു സാധാരണക്കാരന് പറയുന്നത് 10 to 15% ആണ്. ചിലപ്പം സ്പോർട്സ് മാനൊക്കെ വരുമ്പോൾ അത് 10 to 30% വരാറുണ്ട്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് തന്നെ CHON എന്നാണ്. അതിനകത്ത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, പ്ലസ് ഒരു നൈട്രജൻ കൂടി പ്രോട്ടീനകത്ത് അടങ്ങിയിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം കാർബൺ, ഹൈഡ്രജനും ഓക്സിജനും മാത്രമാണ്. ഇതിനകത്ത് ഒരു നൈട്രജൻ കൂടി അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം പ്രോട്ടീൻ സോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സോഴ്സ് അവൈലബിൾ ആണ്. ചപ്പാത്തി ഡാൽ ഒരു പ്രോട്ടീൻ സോഴ്സാണ്, കഞ്ഞിയും പയറും പ്രോട്ടീൻ സോഴ്സാണ്, ഫിഷും കപ്പയും ഒരു പ്രോട്ടീൻ സോഴ്സാണ്, ഇഡലി സാമ്പാർ നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. അപ്പോൾ പ്രോട്ടീൻ നമ്മളെ ബോഡിക്ക് ഒരു മിനിമം അളവുണ്ട്. ആ അളവിൽ നമ്മളെ ബോഡിയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ നമ്മളെ ബോഡിയിൽ ഉണ്ടാകാനുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളെ പ്രോട്ടീൻ്റെ സഹായത്തോടെയാണ്. അപ്പം കാരിയർ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ന്യൂട്രിയൻസ് ടു സെൽ,
നമ്മുടെ സെൽസിലേക്ക് ന്യൂട്രിയൻസ് എത്തിക്കാനും തീർച്ചയായിട്ടും പ്രോട്ടീൻ ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോട്ടീനിന് തന്നെ രണ്ട് ഇതുണ്ട്. ഒന്ന് എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട്, രണ്ട് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട്. ഈ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് തന്നെ പ്രോട്ടീനാണ്. അത് മസിൽ റിപ്പയർ ചെയ്യും, നമ്മുടെ ബോഡിയുടെ എനർജി കീപ്പ് ചെയ്യാനും മസിൽ ബിൽഡിങ്ങും ഹൈപ്പർട്രോഫിക്കും ഒക്കെ സഹായിക്കുന്നത് പ്രോട്ടീനാണ്. നെക്സ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഫാറ്റാണ്. അപ്പോൾ ഫാറ്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിക്കാൻ പറ്റും. അതായത് 1 ഗ്രാം ഫാറ്റിൽ നിന്ന് 9 കലോറി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫാറ്റ് പ്രധാനമായിട്ടും സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂലാണ്, അബ്ഡമൻ പാർട്ട്. അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ഫോമിലാണ് നമ്മുടെ ഫാറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും സ്റ്റോർ ചെയ്തിരിക്കുന്നത് അഡിപ്പോസ് ടിഷ്യൂലാണ്. 20-30% ഓഫ് ദ 35% ഓഫ് ദ ഡയറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഫാറ്റ്. ഫാറ്റ് എന്ന് പെട്ടെന്ന് നമ്മൾ മനസ്സിൽ വരുമ്പോൾ അതിനകത്ത് അവക്കാഡോ ഫാറ്റായിട്ട് വരും, ഓയിൽ വരും, മീറ്റ്, ഇതെല്ലാം റെഡ് മീറ്റ്, ഇതെല്ലാം ഫാറ്റിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല. ഫാറ്റ് നമ്മളെ ബോഡിക്ക് ആവശ്യമാണ്. നമ്മളെ ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫാറ്റ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫാറ്റിനകത്ത് നമുക്കുള്ളത് 3 ടൈപ്പ് ഫാറ്റി ആസിഡ്സ്. ഒന്ന് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്, 2 മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ്, 3 ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ്. ഇപ്പോൾ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പം ലെസ് ദാൻ 6 കാർബൺ, അതായത് ആ കാർബണിൻ്റെ ലെങ്ത് 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയും. അപ്പം ഈ നെക്സ്റ്റ് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ അത് 6 to 12 കാർബൺ ആറ്റമിൻ്റെ ലെങ്ത്. അപ്പോൾ ആ 6 to 12 കാർബൺ ആറ്റം ആ ലെങ്തിന് പറയുന്ന പേരാണ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്. മൂന്നാമത്തതാണ് ഹൈ ചെയിൻ ഫാറ്റി ആസിഡ്, അതായത് 14 and more കാർബൺസിൻ്റെ ലെങ്ത്. അങ്ങനെ വരുമ്പോഴാണ് അതിനെ ഹൈ ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റിൻ്റെ റിക്വയർമെൻറ്റ് ബോഡിക്ക് വളരെ അത്യാവശ്യമാണ്. ഫാറ്റ് നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ബോഡിയിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ഉണ്ട്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് കുറച്ചുകൂടെ നല്ല ഫാറ്റ് എന്ന് പറയുന്നത്, കാരണം അത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് കുറേ കൂടെ സ്റ്റേബിൾ ആയിരിക്കും, അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനും നമ്മളെ ഭയങ്കര പാടായിരിക്കും, നമുക്ക് എനർജി യൂട്ടിലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ബോഡിക്ക് വേണ്ടത് എപ്പോഴും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മെയിൻ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും. അപ്പോൾ ഇതിൽ ആക്ച്വലി അടങ്ങുന്നതാണ് ഫൈബർ കണ്ടന്റും നമ്മളെ വാട്ടർ ലെവൽ. ഇതെല്ലാം ചേർന്ന് വരുന്നതാണ് മാക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ഡയറ്റിൽ, പ്രധാനമായിട്ട് നമ്മുടെ ബാലൻസ് ഡയറ്റിൽ വരുന്നത്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഡയറ്റിൻ്റെ ഒരു മെച്ചപ്പെട്ട ഡയറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. താങ്ക് യു.